السلام عليك زين الأنبياء السلام عليك أتقى الأتقياء صلوات على النبي وسلامه وهو خير الأنام بدر التمام السلام عليك أزكى الأزكياء السلام عليك أصفى الأصفياء صلوات على النبي وسلامه وهو خير الأنام بدر التمام السلام عليك من ربي سمائي السلام عليك دام بلا انقضاء. അതോടെ ശ്രദ്ധിക്കുക, എത്ര ഗൗരവമേറിയ രോഗാവസ്ഥയിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ് എന്താ? ലാ ബഅസ തുഹൂർ, സാരല്ല സാരല്ല. ഇങ്ങനെയുള്ള ഒരു സംസാരമായിരിക്കണം രോഗിയോട് നമ്മൾ പറയണത്. അതേ സമയത്ത് നമ്മളവിടെ ചെന്നിരുന്നിട്ട് അയാള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുണ്ടാവും. എന്നിട്ട് പോയി ഡോക്ടർ പരിശോധിച്ചു, കുറെ ചെക്കപ്പ് ഒക്കെ നടത്തി, പ്രശ്നമില്ല, അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയുമ്പോ നമ്മൾ പറയാം, അങ്ങനെയൊക്കെ ഡോക്ടർമാർ പറഞ്ഞാലും മുഹമ്മദ് മരിച്ചത് ദേ സൂക്കടോണ്ടാ. ഇയാളോട് നമ്മൾ പറയണേ, നമ്മളെ മുഹമ്മദ് മരിച്ചത് ദേ രോഗം പിടിച്ചിട്ടാ. പല ആൾക്കാർക്കും ഈ രോഗം വന്നിട്ട് ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞാലോ? നമ്മളൊന്നും ആലോചിച്ചു, അയാൾ അപ്പൊ തന്നെ കാലിയായി പോകൂലേ? അങ്ങനെ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരില്ല, ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടാൻ ഇതൊക്കെ കാരണമാവും. നമ്മുടെ ശരീരമൊക്കെ അള്ളാഹു ശുദ്ധിയാക്കി തരാനാണ്. പഠിച്ചോന്റെ ഓരോ പരീക്ഷണങ്ങളാണ്. സാരില്ല, അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. നല്ല വാക്ക് പറയാൻ ശ്രമിക്കുക, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയാതെ നോക്കുക എന്ന് നോക്കോളൂ. അയൽവാസികളായ മുസ്ലിമീങ്ങൾ രോഗിയായി എന്നറിഞ്ഞാൽ സന്ദർശിക്കലൊക്കെ പുണ്യമുള്ള സംഗതിയെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഷർവാനിയിലൊക്കെ വിശദീകരിക്കുന്നത് കാണാം. അയൽവാസികളോട് ഒരുപാട് ബാധ്യത ഉണ്ട്, ഒരുപാട് കടപ്പാടുണ്ട്. വേറെ ആരെങ്കിലും ഒരാള് എവിടെയോ രോഗം പിടിച്ചു ആശുപത്രിയിലായി, അയാളൊരു പ്രമുഖനാണെങ്കിൽ നമ്മൾ ഓടിച്ചെല്ലും. തൊട്ടടുത്ത അയൽവാസിക്ക് ഒരു വിഷമുണ്ടെങ്കിൽ അയാൾ നമ്മളെ പാർട്ടിക്കാരനല്ലെങ്കിൽ നമ്മൾ പോവില്ല. അങ്ങനല്ല വേണ്ടിയത്. അയൽവാസികളോട് വലിയ ബാധ്യതയുണ്ട്. ഒരു ഹദീസ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അൽ ജീറാനു സലാസത്തുൻ, പിടിച്ചാടോ വെച്ചോളൂ. അൽ ജീറാനു സലാസത്തുൻ, അയൽവാസികൾ 3 വകുപ്പാണ്. ഫജാറുൻ ലഹു സലാസത്തു ഹുഖൂഖ്, 3 ഹക്കുകളുള്ള അയൽവാസി. വജാറുൻ ലഹു ഹഖാൻ, 2 ബാധ്യതകളുള്ള അയൽവാസി. വജാറുൻ ലഹു ഹഖുൻ വാഹിദ്, 1 കടപ്പാട് മാത്രമുള്ള അയൽവാസി. ഇങ്ങനെ 3 തരത്തിലുള്ള അയൽവാസികളുണ്ട്. നബി തങ്ങൾ പറയുന്നു, ഫഅമ്മൽ ജാറുൽ ലദീ ലഹു സലാസു ഹുഖൂഖ്, 3 ഹക്കുകളുള്ള അയൽവാസി ആരാണ്? അത് അൽ ജാറുൽ മുസ്ലിമുൽ ഖരീബ്. ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിന്റെ 3-ാം വാള്യം 128-ാമത്തെ പേജിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയത് കാണാം. 3 ഹക്കുകളുള്ള അയൽവാസി എന്ന് പറഞ്ഞാൽ അൽ ജാറുൽ മുസ്ലിമുൽ ഖരീബ്, നമ്മുടെ അയൽവാസിയുമാണ്, മുസ്ലിമുമാണ്, കുടുംബക്കാരനുമാണ്. നബി തങ്ങൾ പറയാം, അയൽവാസിയുമാണ്, കുടുംബാംഗവുമാണ്, മുസ്ലിമുമാണ്. അവിടെ 3 ഹക്ക് വന്നു. ഏതൊക്കെയാ? 1 ഹക്കുൽ ജിവാർ, അയൽവാസി എന്ന ഹക്ക്. മറ്റൊന്ന് ഹക്കുൽ ഖറാബ, കുടുംബാംഗമാണ് എന്ന ഹക്ക്. വേറെ ഒന്ന് ഹക്കുൽ ഇസ്ലാം, മുസ്ലിമാണ് എന്നതിന്റെ ആദർശ ബന്ധു എന്നതിന്റെ ഹക്ക്. 3 ഹക്ക് വന്നു. പിന്നെ നബി തങ്ങൾ പറയാണ്, ഇനി 2 ഹക്കുള്ള അയൽവാസി ഉണ്ടല്ലോ, അതാരാണ്? ഫഹുവൽ ജാറുൽ മുസ്ലിമു, മുസ്ലിമായ അയൽവാസി. അവിടെ 2 ഹക്ക് വന്നു. ഒന്ന് മുസ്ലിമാണ് എന്ന ഹക്ക്, മറ്റൊന്ന് അയൽവാസിയാണ് എന്ന ഹക്ക്. പിന്നെ നബിത്തങ്ങൾ ഇവരുടെ നോക്കൂ, വൽ ജാറുല്ലദീ ലഹു ഹഖ്ഖുൻ വാഹിദ്, ഒരു അവകാശം, ഒരു ബാധ്യത മാത്രമുള്ള അയൽവാസി ആരാ? ഹുവൽ കാഫിറു,
കാഫിറായ അയൽവാസിയാകുന്നു. ലഹു ഹഖ്ഖുൽ ജിവാർ, അയൽപക്കത്ത് താമസിക്കുന്നു എന്ന നിലക്ക് ഈ മുസ്ലിമും ആ കാഫിറും തമ്മിൽ വലിയ ഹക്കുണ്ട് കേട്ടോ. അയൽപക്കത്തിന്റെ ഹക്കാണതെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ നമ്മുടെ അയൽവക്കത്ത് ഒരു രാമനോ ഒരു തോമാച്ചനോ ഒരു വേലായുധനോ അതാ രോഗം ബാധിച്ചു എന്ന് വിവരമറിഞ്ഞാൽ സന്ദർശിക്കലും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കലും ഇസ്ലാമിന്റെ നിയമം തന്നെ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇതൊക്കെ വിശദീകരിച്ച് പറഞ്ഞാൽ ഇങ്ങ് തീരുകയില്ല. എന്നാൽ വല്ല ഫാസിക്കോ മുബ്തദിയോ മറ്റോ ആണെങ്കിൽ അയാളെ ചെന്ന് കാണേണ്ടതില്ല. ഷർവാനി 3-ാം വാള്യം 101-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, അന്നാ മഅ്മൂറൂന ബി മുഹാജറത്തിഹിം, പുത്തനാശയക്കാരോട് അടുക്കാൻ പാടില്ല എന്നല്ലേ നമ്മളോടുള്ള കൽപ്പന. അതുകൊണ്ട് അവരെ പോയി കണ്ടോളണമെന്നില്ല. കാരണം ആര് ചിന്തിക്കണേ, ഉമ്മമാര് ആലോചിക്കണേ, ചെറുപ്പക്കാര് മക്കളെ നന്നായി പഠിച്ചുകൊള്ളണം. ഒരൊറ്റ പുത്തനാശയക്കാരന്റെ പിടിയിലും ഒരൊറ്റ പുത്തനാശയക്കാരന്റെ പഠന പരിപാടികളിലും കാസറ്റുകളിലും പുസ്തകങ്ങളിലും കുടുങ്ങിപ്പോകണ്ട കേട്ടോ. മുഅ്മിനീങ്ങളായ മുഅ്മിനീങ്ങളുടെ മുഴുവൻ മനസ്സിൽ വെറുപ്പായിരിക്കും. മരിച്ചു എന്ന് കേട്ടാൽ മയ്യത്ത് നിസ്കരിക്കാൻ പോലും ആലിമീങ്ങളും വിവരമുള്ളവരും തയ്യാറാകാത്ത അവസ്ഥ വന്നു പോകും. ഖൽബിന് മോശമായ വിശ്വാസമുണ്ടാകാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഹഖായ തരീഖയിൽ ഉറച്ചു നിന്നോളണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി രണ്ടാമത്തെ മതനിയമം, ഒരാൾ രോഗിയായാൽ ചികിത്സിക്കണം, ചികിത്സ നേടാം. അത് ഇസ്ലാമിന്റെ നിയമമാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, എല്ലാ വിഷയവും ഉണ്ടാവും ഹദീസില്. ഇതാണ് രസം. ഏത് കാര്യം ഉണ്ടാവും ഖുർആനില്. നബി തങ്ങൾ പറയാ, ലികുല്ലി ദാഇൻ ദവാ, ഏത് രോഗത്തിനും മരുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി. ഈ ഹദീസ് അങ്ങ് കേൾക്കുമ്പോ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഞെട്ടിപ്പോകും. നബി തങ്ങൾ പറയാണ്, ലികുല്ലി ദാഇൻ ദവാ, സർവ്വ രോഗങ്ങൾക്കും ഔഷധമുണ്ട്. അപ്പൊ പല രോഗങ്ങൾക്കും നമ്മുടെ വൈദ്യശാസ്ത്രം ഇന്ന് പകച്ചു നിൽക്കുന്ന പല രോഗങ്ങളുടെയും ഔഷധം ഇനിയും കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞതാണ്. ശ്രമിച്ചോട്ടെ, ഈ ഹദീസ് വെച്ചിട്ട് പഠിക്കട്ടെ, ആലോചിക്കട്ടെ. ഏത് രോഗത്തിനും മരുന്നുണ്ട്. ഫൈദാ ഉസീബ ദവാഉൻ ഇദ്ദാഅ ബരിഅ ബിഇദ്നില്ലാഹി അസ്സ വജൽ. അങ്ങനെയാണ്. ഒരു രോഗത്തിന് ആവശ്യമായ മരുന്ന് ലഭ്യമായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഖദർ ഖലാ കൊണ്ട് രോഗം മാറുന്നു. അങ്ങനെ ആയിരിക്കണം വിശ്വസിക്കുന്നത് എന്ന് മാത്രം. ഏത് നമ്മളൊരു രോഗം വന്ന് ആ രോഗത്തിന് ചികിത്സിച്ചാൽ ഇന്ന ഡോക്ടറുടെ മുടുക്കുകൊണ്ട് രോഗം മാറി, അങ്ങനെയല്ല. ഇന്ന മരുന്ന് മൂലം രോഗം മാറി എന്നല്ല, ആ മരുന്ന് കാരണമായി അല്ലാഹു രോഗം ശിഫയാക്കി തന്നു. ഇങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. അതാണ് ശരിയായ വിശ്വാസവും അതാണ് സുന്നികളായ നമ്മുടെ വിശ്വാസം. കാരണം എന്താ, നാം ഡോക്ടറിലല്ല വിശ്വസിക്കുന്നത്, മരുന്നിലല്ല വിശ്വസിക്കുന്നത്. പിന്നെയോ ഷാഫി അല്ലാഹു ആണെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നാം ഒരു കാരണം ഉണ്ടാക്കും. അത് ഔഷധം ഉപയോഗിക്കലാകാം, നൂല് മന്ത്രിക്കലാകാം, വെള്ളം കുടിക്കലാകാം, ഫാത്തിഹോദി ഊതലാകാം. ഒരു സബബ് നമ്മൾ ഉണ്ടാക്കുക. ഷാഫി അല്ലാഹു ആണ്. അതേ സമയത്ത് ഒരു രോഗം വന്നാല് ഔഷധം കഴിക്കുക തന്നെ വേണം, ഡോക്ടറെ കാണുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ഒരു പുത്തനാശയക്കാരൻ പറഞ്ഞാൽ അവന്റെ വിശ്വാസത്തിന് തകരാറ് സംഭവിച്ചതുപോലെ ന്യായമായി സംശയിക്കണം. എന്താ? അതായത് ഈ രോഗം ഭേദമാകലും ഈ ഡോക്ടറും ഈ മരുന്നും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് വിശ്വസിച്ചുകൂടാ. അതൊരു കാരണമാണ്. ഷിഫ അല്ലാഹു ആണ് നൽകുന്നത് എന്ന് വിശ്വസിച്ചോളണം. നോക്കൂ, നിങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിന് പരിശുദ്ധമായ ഇസ്ലാം ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അതിലെ പ്രധാനമായ ഒരു സംഗതിയല്ലേ ദിനേന 5 നേരം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം എന്ന് പഠിപ്പിക്കുന്ന വേറെ ഏത് മത ദുനിയാവിലുള്ളത്? വുളു, കുളി, ഇതെല്ലാം ആരോഗ്യ സംരക്ഷണത്തിന് വളരെ അനിവാര്യമാണ്. 14 നൂറ്റാണ്ട് മുമ്പ് ഇതൊക്കെ ലോകത്ത് പഠിപ്പിച്ചു പോയി. ആ ഹബീബായ വിശ്വഗുരുവിനോട് ഒരാരോഗ്യത്തെ സംബന്ധിച്ച് നബിത്തങ്ങളോട് പരാതി പറഞ്ഞപ്പോഴേ നബിത്തങ്ങൾ മോർണിംഗ് വാക്കിന് ഉപദേശിച്ചു.
അലൈക്കും ബിന്നസിൽ എന്ന് പറഞ്ഞാൽ നടത്തത്തിന് സ്പീഡ് കൂട്ടലാണ്, നല്ല സ്പീഡായിട്ട് നടക്കലാണ്. നിങ്ങൾക്ക് തോന്നണ്ട, ആധുനിക ലോകത്തെ ഡോക്ടർമാർ ഉപദേശിക്കുന്ന ഉപദേശം 14 നൂറ്റാണ്ട് മുമ്പ് മദീനത്തെ പള്ളിയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിക്കാനും നബിത്തങ്ങളെ അടുത്തറിയാനും ശ്രമിക്കുമ്പോഴാണ് ഈ ഹബീബിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇങ്ങനെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് എന്തെല്ലാം സംഭാവനകൾ പരിശുദ്ധമായ ഇസ്ലാം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് രോഗം വന്നാൽ ചികിത്സിക്കണം, അതിന് ഇസ്ലാം എതിരല്ല. എന്നാൽ ആർക്കും അതിൽ തർക്കമില്ലാത്തത് കൊണ്ട് വിശദീകരിക്കണ്ട. പക്ഷേ ഭൗതികമായ ചികിത്സ തേടാമെന്നും ചികിത്സയാകാമെന്നും പഠിപ്പിക്കുന്ന ഇസ്ലാം ആത്മീയ ചികിത്സയെയും പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്ന് ചില ആളുകൾ സംശയത്തില. എന്നാൽ പരിശുദ്ധമായ ഖുർആനും സുന്നത്തും പരിശോധിക്കുന്നവർക്ക് അതിൽ സംശയിക്കാൻ വകയില്ല. നോക്കൂ നിങ്ങൾ, ഞാൻ 2-3 ഹദീസ് വായിച്ചു തരാം. മഹാനായ യസീദ് ഇബ്നു അബൂ ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹുമാ അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, റഅയ്തു അസറ ലർബത്തിൻ ഫീ സാഖി സലമത്ത് ഇബ്നുൽ അക്വഇ. സലമത്ത് ഇബ്നുൽ അക്വഇ എന്ന സഹാബിയുടെ കാലിൽ ഞാനൊരു മുറിപ്പാട് കണ്ടു. കാലിൽ ഒരു മുറിപ്പാട് കണ്ടു. ഞാൻ ചോദിച്ചു, മാ ഹാദിഹിൽ ലർബ, എന്താണ് നിന്റെ കാലിൽ കാണുന്ന ഈ വലിയ അടയാളം? ആ സമയത്ത് സലമത്ത് ഇബ്നുൽ അക്വഇ പറയുകയാണ്, ലർബത്തുൻ അസാബത്നി യൗമ ഖൈബർ. ഖൈബർ യുദ്ധത്തിന്റെ ആ സമയത്ത് എന്റെ കാലിൽ ഒരു വെട്ട് പറ്റിയിരുന്നു. ആ വെട്ടിന്റെ അടയാളമാണിത്. അതേ, ലർബത്തുൻ അസാബത്നി യൗമ ഖൈബർ. ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ ഏറ്റ വെട്ടിന്റെ അടയാളമാണ്. സലമ, എന്റെ കാലിൽ മാരകമായ വെട്ടേറ്റപ്പോ സലമന്റെ കഥ കഴിഞ്ഞു എന്ന് വരെ ആളുകൾ പറഞ്ഞിരുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, ഞാൻ ഈ വെട്ടേറ്റ കാലുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് അങ്ങ് ചെന്നപ്പോൾ ആ മുറിപ്പാടിലേക്ക് പുന്നാരുടെ 3 ഊത്തുകൾ ഊതി. നബിത്തങ്ങൾ എന്റെ കാലിലേക്ക് ഊതിയ ശേഷം ഈ നിമിഷം വരെ വേദനയുണ്ടായിട്ടില്ല. ആ മുറിവ് കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. നബിത്തങ്ങളെ ഊത്തോടുകൂടി രോഗം മാറിപ്പോയി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ ഈ നിലക്കുള്ള ആത്മീയ ചികിത്സ പരിശുദ്ധമായ ഇസ്ലാം അംഗീകരിക്കുന്നു. അതിന് എത്രയോ തെളിവുകൾ പറയാൻ കഴിയും. വേറെ ഒന്നുകൂടി കേട്ടോളൂ. അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മ പറയാണ്, അന്നഹാ, ഒരിക്കൽ അവർ അഖ്റജത്ത് ജുബ്ബത്തൻ, ഒരു ജുബ്ബ ഇങ്ങ് പുറത്തേക്ക് കൊണ്ടുവന്നു. ഒരു ജുബ്ബ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അസ്മ പറയാണ്, ഹാദിഹി കാനത്ത് ഇൻദ ആയിഷ, ഇത് ആയിഷ ബീവിന്റെ അടുത്തായിരുന്നു ഈ ജുബ്ബ. ഹത്താ ഖുബിലത്, ആയിഷ ബീവി മരിക്കുന്നത് വരെ. ഫലമ്മാ ഖുബിലത് ഖബൽതുഹാ, ആയിഷ ബീവി മരിച്ചപ്പോൾ ഈ ജുബ്ബ ഞാൻ സ്വന്തമാക്കി. വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുഹാ, ഇത് നബി തങ്ങൾ ധരിച്ച ജുബ്ബയാണ്. ഫനഹ്നു നഗ്സിലുഹാ ലിൽ മർളാ, ഈ ജുബ്ബ കഴുകിയ വെള്ളം ഞങ്ങൾ രോഗികൾക്ക് കുടിപ്പിക്കാറുണ്ട്. നസ്തശ്ഫീ ബിഹാ, റസൂലുള്ളാഹി ധരിച്ച ജുബ്ബ കഴുകിയ വെള്ളം കുടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ രോഗശമനമുണ്ടാക്കാറുണ്ട് കേട്ടോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മ ബീവി പറയുന്നു. ഇതൊക്കെ ആത്മീയമായ ചികിത്സയുടെ ഉദാഹരണങ്ങളാണ്. ഞാനൊരു ഹദീസ് കൂടി പറയട്ടെ. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലൽ ഗദാത, നബി തങ്ങൾ സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നു. നിസ്കാരം കഴിഞ്ഞ് നബി തങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ജാഅ ഖദമുൽ മദീനത്തി ബിആനിയതിഹിം ഫീഹൽ മാ, മദീനക്കാരദാ പള്ളിവാതിലിക്കൽ വന്നിട്ട് പാത്രത്തിൽ വെള്ളവുമായി കാത്തു നിൽക്കുന്നു.
നബിത്തങ്ങൾ ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. സുബഹ നിസ്കാരം കഴിഞ്ഞ് നബിത്തങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ വരി വരിയായിട്ട് മദീനക്കാര് വെള്ളപ്പാത്രവുമായി നിൽക്കുന്നു. എന്തിനാണെന്നറിയണോ? നബിത്തങ്ങൾ അതിലൊക്കെ ഒന്ന് തൊട്ട് ബറക്കത്താക്കി കൊടുക്കണം. ആ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയാണ് മദീനക്കാര് കാത്തു നിൽക്കുന്നത്. നബിത്തങ്ങൾ എന്തു ചെയ്യും? ആരൊക്കെ വെള്ളവുമായി വന്നിട്ടുണ്ടെങ്കിലും അതിലൊക്കെയും നബിത്തങ്ങളൊന്ന് കൈവച്ചിട്ട് ബറക്കത്താക്കി കൊടുക്കുന്നു. അസഹ്യമായ തണുപ്പുള്ള വല്ല പ്രഭാതങ്ങളിലും ഇതുപോലെ ആളുകൾ ധാരാളം വെള്ളപ്പാത്രവുമായി നിന്നാലും തണുപ്പ് വകവെക്കാതെ നബിത്തങ്ങൾ അവരുടെ പാത്രത്തിൽ കൈയിട്ട് ബറക്കത്താക്കി കൊടുക്കുന്നു. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ അനുയായികളായ നമ്മളോടുള്ള മഹബത്താണ് കൂട്ടുകാരെ, സ്നേഹമാണ്. ഈ എത്ര വലിയ തണുപ്പാണ് സൗദി അറേബ്യയിലെ തണുപ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? നമ്മളൊക്കെ സുബഹിന് മദീനയിൽ നിന്ന് വൊളു എടുക്കാൻ ഇന്ന് ചുടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ലോഡ്ജുകളിലും അതിനുള്ള സൗകര്യമുണ്ട്. നാം ലോഡ്ജിൽ നിന്ന് തന്നെ ചുടുവെള്ളം കൊണ്ട് വൊളു എടുത്തിട്ടാണ് പള്ളിയിൽ പോണത്. എന്നാൽ നബിത്തങ്ങൾ ആ തണുപ്പ് അവഗണിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹിതന്മാർക്ക് ബറക്കത്ത് കൊടുക്കുകയാണ്. ഇതാണ് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം. അതുകൊണ്ട് ബറക്കത്തിലൂടെ രോഗശമനം, മന്ത്രത്തിലൂടെ രോഗശമനത്തിന് ആഗ്രഹിക്കുക, ഇതൊക്കെ ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിനെ ഒന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. മന്ത്രം നോക്കൂ നിങ്ങൾ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലദഗത് റജുലൻ മിന്നാ അഖറബ്, ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളെ തേളുകുത്തി. വനഹനു ജുലൂസുൻ മഅ റസൂലില്ല, ഞങ്ങൾ എല്ലാവരും കൂടി റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാളെ തേളുകുത്തുന്നത്. അപ്പൊ ഞാൻ നബിയോട് ചോദിച്ചു, ഞാൻ ഇയാളെ ഒന്ന് മന്ത്രിക്കട്ടെ നബിയേ എന്ന് ചോദിച്ചു. നോക്കണേ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, മനിസ്തതാഅ മിൻകും അൻ യൻഫഅ അഖാഹു ഫൽയഫ്അൽ. ഇമാം മുസ്ലിം ഈ ഹദീസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും തന്റെ സഹോദരനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം. ഖാല റസൂലുള്ളാഹി. അപ്പൊ ഈ വിഷബാധ ഏറ്റയാളെ ഞാനൊന്ന് മന്ത്രിക്കട്ടെ എന്ന് ചോദിക്കാം. മന്ത്രിക്കണ്ട, മന്ത്ര ശിർക്കാണ് നല്ല പറഞ്ഞത്. ഞനക്ക് മന്ത്രിച്ച് സഹായിക്കാൻ പറ്റുമോ? നീ മന്ത്രിക്കണം. ഇനി നിർത്താ ഭാഗം നിർത്തല്ല, തീരൂല. അത് എത്രയോ ഞാൻ ഈ പ്രസംഗത്തിന് തയ്യാറെടുത്തപ്പോ മന്ത്രവുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസ് കണ്ടിട്ടുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നിർത്തുകയാണ്, പറഞ്ഞാൽ തീരൂല. ഇനി സഹോദരന്മാരെ, ഇതിൽ നിന്ന് ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് രോഗം പിടിപെട്ടാൽ ആത്മീയവും ഭൗതികവുമായ രണ്ട് രീതിയിലുള്ള ചികിത്സയും ആകാം എന്നീ പറഞ്ഞതിൽ നിന്ന് പഠിച്ചു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണേ, എന്താണെന്നറിയോ? ഈ രണ്ട് ചികിത്സാ രീതിയും നാം സ്വീകരിക്കുമ്പോൾ വ്യാജന്മാരിലൂടെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ നോക്കണം. ശരിയായ ഡോക്ടറാണെങ്കിലേ അയാളടുത്ത് ചികിത്സ തേടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരാള് ഒലിയാന്നും പറഞ്ഞൊരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ഓന് എലിയാണോ എന്ന് നോക്കാതെ പോകരുത്. എന്തെല്ലാം തട്ടിപ്പാ ദുനിയാവിൽ നടക്കണെന്ന് അറിയാം. ഇന്നിപ്പോ ശൈഖന്മാരെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാതായിട്ട്, ശൈഖന്മാരെ തടഞ്ഞിട്ട് ദുനിയാവ് കൂടി നടക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഔസുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിൽ ഇങ്ങനെ മഹാന്മാരെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ദൗറായിരുന്നു, തവാഫ് ചെയ്യലായിരുന്നു. നാടൊട്ടാകെ ഒരാളെ കാണാൻ വേണ്ടി നടക്കുക അക്കാലത്ത്. പക്ഷെ ഇപ്പൊ സുലഭം, എവിടെ നോക്കിയാലും ഷെയ്ഖിനെ, മണ്ഡലം ഷെയ്ഖ്, ബ്ലോക്ക് ഷെയ്ഖ്, ജില്ലാ ഷെയ്ഖ്, ഖിലാഫത്ത് സമ്മേളനം. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം ഗുലുമലാണെന്ന് പറഞ്ഞൂടാ. ആത്മീയ സദസ്സിനെ സജീവമാക്കാൻ വരിക മാർക്കം പോലും കഴിച്ചിട്ടില്ലാത്തവൻ. നിങ്ങൾ ആലോചിക്കണ്ടേ? ഓനെ വിളിക്കേണ്ടോടത്ത് ഓനെ വിളിക്കണം. നമ്മളതിനത് അറിയില്ല. ഉമ്മൻചാണ്ടിനെ വിളിക്കേണ്ടോടത്ത് ഉമ്മൻചാണ്ടിനെ വിളിക്കണം, കോടിയേരിനെ വിളിക്കേണ്ടോടത്ത് കോടിയേരി വരണം, VS വരേണ്ടോടത്ത് VS വരണം, പിണറായി വരേണ്ടോടത്ത് പിണറായി വരണം, കരുണാകരൻ വരേണ്ടോടത്ത് കരുണാകരൻ വരണം. പക്ഷെ തസവ്വുഫിന്റെ സമ്മേളനത്തിൽ അവരിൽ അത്ഭുതം തോന്നിപ്പോയി ഇതിന്റെയൊക്കെ വാർത്ത വായിക്കുമ്പോ. എന്നിട്ടും ആളുകൾ ആത്മീയതക്ക് വേണ്ടി അത്തരം കേന്ദ്രങ്ങളിൽ പോയി കുടുങ്ങുന്നു.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വ്യാജന്മാരെ തിരിച്ചറിയണം. മഹാന്മാരായ ആലിമീങ്ങളെ സമീപിക്കലും എന്റെ മകന് സുഖമില്ല, നിങ്ങളൊരു ഫാത്തിഹയോദി ഒന്ന് മന്ത്രിച്ചു തരണമെന്ന് പറയലും, ആ പണ്ഡിതൻ ഫാത്തിഹയോദി ഊതലും അല്ലെങ്കിൽ വേറെ വല്ല ദിക്റോ സലാത്തോ ഖുർആൻ സൂക്തങ്ങളോ ഉരുവിട്ട് മന്ത്രിക്കലും അതുകൊണ്ട് രോഗം ശിഫയാകലും ഒക്കെ സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ തെളിവുള്ളതാണ് മക്കളെ. അതിനെ നിഷേധിക്കണ്ട. എന്നാൽ ഒരുപാട് ആളുകൾ ഈ രംഗത്ത് ഇന്ന് മനുഷ്യന്മാരുടെ വിശ്വാസം ചൂഷണം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അത്തരക്കാരുടെ അടുത്തുപോയി നിങ്ങളെ മാനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് കേട്ടോ. പ്രത്യേകിച്ച് സഹോദരിമാരെ ഞാൻ ഉണർത്തുന്നു, അവിടെ ഒരു പോത്തുണ്ട്, ഇവിടെ ഒരു എരുമയുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകരുത്. അതേപോലെ തന്നെ സൂക്ഷിച്ചോളണം. എന്തെങ്കിലും ഒരു രോഗമോ മറ്റോ വരുമ്പോഴേക്ക് ഇത് സിഹറാണ്, അല്ലെങ്കിൽ ഇത് ഗൂഢോത്രമാണ്, അതുകൊണ്ട് അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ ചർച്ചിൽ പോകണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. സഹോദരിമാരെ, ലാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ. ഏതെങ്കിലും ഒരു ക്രിസ്തീയ സഹോദരന്റെ ധ്യാനത്തിൽ പോയി പങ്കെടുത്തു പോയാൽ നീ മുർത്തദ്ദായി പോയി, ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകും. അങ്ങനെ ചത്തുപോയാൽ നാളെ മഹ്ശറിൽ ഒരാളും നിന്നെ നോക്കാനുണ്ടാവുകയില്ല, ഒരാളെ ശഫാഅത്തും കിട്ടുകയില്ല. വളരെയധികം സൂക്ഷിച്ചോളണം. അങ്ങനെയൊക്കെ പറഞ്ഞാല് അത് മതസൗഹാർദ്ദത്തിനെതിരായി പോവോ? ഒരിക്കലുമില്ല. മതസൗഹാർദ്ദം നിലനിൽക്കാൻ നമ്മൾ നടത്തുന്ന ദിക്ർ ഹൽക്കല് ക്രിസ്ത്യാനി വരുന്നുണ്ടോ? ക്രിസ്ത്യാനിന്റെ ധ്യാനത്തിന് നമ്മൾ പോണമെന്നുണ്ടോ? അതില്ല. ക്രിസ്ത്യാനിന്റെ ധ്യാനവും രോഗശാന്തി ശുശ്രൂഷയും ക്രിസ്ത്യാനി നടത്തിക്കോട്ടെ. മുസ്ലിമീങ്ങളുടെ ദിക്ർ ഹൽക്കയും ആത്മീയ സദസ്സുകളും മുസ്ലിമീങ്ങൾ നടത്തുക. അതൊന്നും സൗഹാർദ്ദത്തിനെതിരല്ല. അങ്ങനെയൊന്നും ആരും ചിന്തിച്ചു പോകരുത്. വിവരമില്ലാത്ത ആളുകൾ ദുനിയാവിന്റെ പല ഭാഗത്തും അവരെ ഈമാൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം സൂക്ഷിക്കണമെന്ന് എന്റെ എല്ലാ ശ്രോതാക്കളോടും പ്രത്യേകിച്ച് എല്ലാ സഹോദരിമാരോടും ഞാൻ വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ലാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ. ഉത്തരവാദിത്വ ബോധമില്ലാത്ത ചില ആളുകൾ, ഉത്തരവാദപ്പെട്ടവർ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചോളണം. അത് ഉത്തരവാദപ്പെട്ടവരോട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഒരു കാര്യം പറയുമ്പോ, ഒരു പണ്ഡിതൻ ഒരു വിഷയം പറയുമ്പോൾ പണ്ഡിതോചിതമായിട്ട് പറയണം. ഞാൻ പണ്ഡിതനായിട്ടാണ് ജനങ്ങൾ എന്നെ കാണുന്നത്, ഇവൻ ഒരു പൊതുജനത്തിൽപ്പെട്ടവനാണ്, ഇവനോട് ഞാൻ പറയുന്നതിനൊരു ഖദറുണ്ട്. ഞാനൊരു മുത്തഅല്ലിമിനോട് ഒരു വിഷയം പറയുന്നതിനൊരു ഖദറുണ്ട്. ഒരു പണ്ഡിതനുമായ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിനൊരു കണക്കുണ്ട്. ഈ കണക്കുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ പണ്ഡിതന്മാര് സംസാരിക്കാൻ പാടുള്ളൂ. ഇരിക്കട്ടെ സഹോദരിമാരെ, അത്തരം അപകടങ്ങളിൽ പെട്ടുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തി, രണ്ട് രീതിയിലുള്ള ചികിത്സകളും ആവാം. രോഗശയ്യയിലെ അടുത്ത മതനിയമവും കൂടി നോക്കിക്കോളൂ. ഒരാള് രോഗിയായി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, അയാൾ ക്ഷമയവലംബിക്കണം. രോഗിയാകുമ്പോൾ ചികിത്സ തേടാമെന്ന് പറഞ്ഞല്ലോ, ഇസ്ലാം എതിരല്ല. ചികിത്സിക്കണം. ചിലപ്പോൾ വേദനയായിരിക്കും, ചിലപ്പോൾ ദുഃഖവും ക്ലേശവുമായിരിക്കും. ആ സമയത്ത് രോഗി ക്ഷമിക്കണം. അല്ലാഹുവിങ്കൽ നിന്ന് കൂലി വാങ്ങണം. പൊറുതികേട് കാണിച്ചുകൊണ്ട് പ്രതിഫലം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ വീടുകളിൽ ആ വീടിന്റെ വിളക്കായി പരിലസിക്കുന്ന കാരണവന്മാര് മരിക്കാൻ കിടക്കുന്നുണ്ടാകും. ആ മരിക്കാൻ കിടക്കുന്ന രോഗിയുള്ള വീട്ടിലും സിനിമാ ഗാനങ്ങളുടെ സീഡി വെച്ചിട്ട് പാട്ട് കേൾക്കുന്നില്ലയോ? ഞാൻ പറയുന്നു, ഇതുപോലെയുള്ള പ്രസംഗങ്ങളൊക്കെ അവരെ കേൾപ്പിച്ചു കൊടുക്കൂ. ഉപകാരപ്പെടട്ടെ, അധ്വാനം മുതലാകട്ടെ. അസ്സിഹ്ഹത്തു വൽ മറളു മിൻ ഖളാഇല്ലാഹ്. ആരോഗ്യവും അനാരോഗ്യവും രണ്ടും അല്ലാഹുവിന്റെ ഖളാ ആണ്. അതുകൊണ്ട് ഫയംബഗി അശ്ശുക്റു അലൽ അവ്വലി. ആരോഗ്യം തരുന്നതിന് ശുക്റുള്ളവരാകൽ അനിവാര്യമാണ്. വസ്സബ്റു അലസ്സാനി. രോഗം വരുമ്പോൾ ക്ഷമിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം അത് രണ്ടും അല്ലാഹുവിന്റെ ഖളാ തന്നെ. ഇനി നോക്കിക്കോ, ഒരു രോഗം ഇങ്ങ് വരുമ്പോ
ആ രോഗത്തിന് നമ്മൾ കിടക്കുന്നത് കൊണ്ട് ഒരാളും ദുഃഖിക്കേണ്ടതില്ല. നബിത്തങ്ങൾ പറയുന്നു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗം. അർത്ഥമെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഒരു മുസ്ലിമിന് ഒരു നസബോ വസബോ, അതായത് ക്ഷീണമോ രോഗമോ ദുഃഖമോ ക്ലേശമോ വ്യസനമോ ഇതൊന്നും ഒരു സത്യവിശ്വാസിക്ക് വരുന്നില്ല. കാലിൽ ഒരു മുള്ളു തറക്കുന്നു പോലുമില്ല. ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. അതുകൊണ്ടൊക്കെ ഇവന്റെ ദോഷം അല്ലാഹു പുറത്തിട്ടല്ലാതെ. പോരെ, സമാധാനായില്ലേ? രോഗശയ്യയിൽ കിടക്കുന്നവരോടും നിങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് സാധുവായ ഞാൻ പറയുകയാണ്, ഇന്നത്തെ ചില രോഗങ്ങൾ ഇങ്ങ് വന്നാൽ ഈ പറഞ്ഞതൊക്കെ ആ രോഗത്തിനുണ്ടാവും. അതായത് ക്ഷീണം, ദുഃഖം, ക്ലേശം, വ്യസനം, ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് ചില രോഗങ്ങൾക്ക് വരുന്നത്. രോഗിയോട് ആ രോഗിയുടെ യഥാർത്ഥ നില പറയാൻ കഴിയാതെ നമ്മൾ വിഷമിക്കുകയാണ്. ഡോക്ടർമാര് നമ്മളോട് സ്വകാര്യമായിട്ട് പറയുന്നു, ഇത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്തു പോയി, രക്ഷയില്ല, ബ്രെയിനിലേക്ക് പകർന്നുപോയി, ഇനി മാർഗമില്ല, എല്ലുകളൊക്കെ ക്ഷയിച്ചുപോയി, ഇങ്ങനെയൊക്കെ പറയുന്നു. ഇടക്ക് നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ആമീൻ പറഞ്ഞോളൂ. നമ്മളൊക്കെ പല സദസ്സുകളിലും പല പരിപാടികളിലും പോകലും പങ്കെടുക്കാറും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്തെങ്കിലും ഒരു ആസ്വാദനമോ കളിതമാശകളോ ആയിരിക്കും. ഇവിടെ അതല്ല. ഇവിടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് മരണം. ആ മരണത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ പ്രസംഗം മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ദുആക്ക് ഉത്തരമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയില്ലാത്ത മാരകമായ രോഗങ്ങളൊന്നും നമുക്കാർക്കും തരാതിരിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രങ്ങൾ, അല്ലാഹുവേ ശിഫയില്ല, പരിഹാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടക്കപ്പെടുന്ന തരത്തിലുള്ള മാരകമായ രോഗങ്ങളൊന്നും ഞങ്ങൾക്കാർക്കും തന്ന് നീ പരീക്ഷിക്കരുത് റഹ്മാനേ. ഈമാനും തഖ്വയും കുറഞ്ഞവരാണ്. ആഖിറു സബാരിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് നിന്റെ വലിയ വലിയ പരീക്ഷണങ്ങളെ താങ്ങാൻ കഴിയില്ല റഹ്മാനേ. നീ കാവൽ തരണം അല്ലാഹ്. സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വയല് പഠന ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ അത് വിഷയം പറയലും പഠിക്കലും മാത്രമല്ല, അതോടൊപ്പം നാം ദുആ ചെയ്യലാണ്, ദിക്ർ ചൊല്ലലാണ്, അതിനെല്ലാം സദസ്സ് ഉപയോഗപ്പെടുത്തലാണ്. നിങ്ങളെല്ലാവരും ഈ പരിപാടി തീരുന്നത് വരെ അതിനെത്ര ദിവസം വേണ്ടി വന്നാലും സൗകര്യം പോലെ നമുക്കത് നടത്തിയിട്ട് ഈ വിഷയം മുഴുവൻ നമുക്ക് ചർച്ച ചെയ്ത് പഠിക്കണം. അതിന് നിങ്ങൾ എല്ലാവരും സന്നദ്ധരാകണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ രോഗി എന്തു വേണം? ഇതിലൊക്കെ എനിക്ക് ഗുണമാണ്. എന്തു വന്നാലും എന്റെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും എനിക്ക് അതുകൊണ്ടൊക്കെ കൂലി കിട്ടുമെന്ന് എന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വേദന തിന്നുകയാണ്. എനിക്ക് എന്റെ റബ്ബിനോട് പരാതിയില്ല. ഞാൻ എല്ലാവരോടും എന്റെ പൊറുതികേട് പറഞ്ഞിട്ട് ക്ഷമകേട് കാണിക്കുന്നില്ല. വേദനയും ദുഃഖവും ഒക്കെ കടിച്ചിറക്കുക തന്നെ. അള്ളാഹുവിനോട് ശിഫക്ക് വേണ്ടി ദുആ ചെയ്യുക. അങ്ങനെ ക്ഷമയോടുകൂടി രോഗി കഴിയണം. ആ രോഗി ശ്രദ്ധിക്കേണ്ട പല സംഗതികളും ഉണ്ട്. ശ്രദ്ധിച്ചോളൂ. ഞാൻ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ശറഹുൽ മുഹദ്ദബിൽ നിന്ന് നിങ്ങൾക്കത് വായിച്ച് കേൾപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. രോഗികൾ രോഗശയ്യയിൽ എന്തൊക്കെ ചെയ്യണമെന്നറിയോ? യംബഗി ലിൽ മരീദി അൻ യഹ്രിസ അലാ തഹ്സീനി ഖുലുഖിഹി. രോഗശയ്യയിലുള്ളവർ ആണായാലും പെണ്ണായാലും നല്ല സ്വഭാവത്തോടുകൂടി ജീവിക്കാൻ, സ്വഭാവം നന്നാക്കാൻ വേണ്ടി അയാൾ വളരെയധികം അത്യാഗ്രഹിയായിരിക്കണം. ഒന്ന്, വയജ്തനിബൽ മുഖാസമത വൽ മുനാസഅത ഫീ ഉമൂരി ദുനിയാ. ദുനിയാവിന്റെ കാര്യങ്ങളിലുള്ള തർക്കവും ഒച്ചപ്പാടുകളും ഒക്കെ ആ മനുഷ്യനൊന്ന് നിർത്തണം. ചിന്തിക്കണം. ചില ആളുകൾ കിടന്ന് മരിക്കാറായാലും ഈ ദുനിയാവിന്റെ അള്ളിപ്പിടുത്തത്തിൽ നിന്ന് അയാളെ കണ്ട് പിടിച്ചു മാറ്റാൻ കഴിയാത്ത അവസ്ഥ. കിടന്ന് അങ്ങേ അറ്റം എത്തിയിട്ടുണ്ട്. ഒരാള് പുറകില് പതുക്കെ താങ്ങി കൊടുത്തപ്പോ മൂപ്പര് മെല്ലെ ഒന്ന് ഇരുന്നപ്പോ ആ മൂലക്ക് ചാരി വെച്ച ഒരു വടി ഏന്തി ഇങ്ങെടുത്തിട്ട് പതുക്കെ മൂപ്പര് പോയി നോക്കുക. എവിടെ പോയി നോക്കണമെന്നറിയോ? റബ്ബർ വെട്ടിനോടുത്ത് എത്ര ഷീറ്റ് കിട്ടുന്നുണ്ട് എന്ന് മൂപ്പർക്ക് അറിയണം.
തേങ്ങ ഇടുന്നോടത്ത് എത്ര എണ്ണം കിട്ടിയെന്നറിയണം. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യരിനി അതൊക്കെ അറിഞ്ഞിട്ടെന്താ? അതൊക്കെ ഇതിന്റെ നിയമങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. ശ്രദ്ധിച്ചോ. അപ്പൊ ദുനിയാവിന്റെ തർക്കങ്ങളിൽ നിന്നൊക്കെ അയാൾ മാറണം. തന്റെ മനസ്സിൽ അയാള് നന്നായി ബോധ്യമുള്ളവനാകണം. ഇതെന്റെ ദുനിയാവിലെ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള, പാരത്രിക ലോകത്തേക്ക് സമ്പാദിക്കുവാനുള്ള അവസാന അവസരമാണ് എന്നയാള് ശരിക്ക് തിരിച്ചറിഞ്ഞിരിക്കണം. ഒരു നിമിഷവും പാഴാക്കരുത്. ദിക്ർ ചെല്ലുക, സലാത്ത് ചെല്ലുക, പ്രാർത്ഥന നിർവഹിക്കുക, നല്ല ചിന്തയോടെ കഴിയുക. ഇതെന്റെ അവസാന ഊഴമാണ് എന്ന് രോഗി അറിഞ്ഞിരിക്കണം. ആ രോഗശയ്യയിലും കിടന്നുകൊണ്ട് വിനോദ പരിപാടികളിലേക്ക് ചെവി കൊടുക്കുകയല്ല വേണ്ടത്. ആ രോഗശയ്യയിലും കിടന്നുകൊണ്ട് സിനിമ കാണുകയല്ല വേണ്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം സഹോദരങ്ങളെ, ലോകത്തെവിടെയുമുള്ള എന്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ സംഘടിച്ചാൽ നമുക്കെന്തേ ഹോസ്പിറ്റല് പണിയാൻ പറ്റുകയില്ലയോ? നമ്മുടെ സഹോദരിമാർക്ക് ഇസ്ലാമികമായ രീതിയിൽ പ്രസവ ശുശ്രൂഷ നൽകിക്കൂടെയോ? ജനിച്ചു കുട്ടിയ നവജാത ശിശുവിന്റെ ചെവിയിൽ നമുക്ക് ബാങ്ക് കൽപ്പിച്ചുകൂടെയോ? മരിക്കാറായ ഉപ്പാനെയും ഉമ്മാനെയും കൊണ്ടുപോയി പ്രവേശിപ്പിച്ചുകൂടെയോ? ഇതിനൊക്കെ കഴിയും. നമ്മൾ ഒരുങ്ങണം, തയ്യാറാകണം, സംഘടിക്കണം. സാധ്യമാണ്. ഒത്തുകൂടിയാൽ ഏത് മലയാണ് മറിച്ചുകൂടാത്തത്? പക്ഷേ അനാവശ്യമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാവും. ക്ലബിന്റെ കമ്മിറ്റി ഉണ്ടാക്കാന്, ഫുട്ബോൾ കളിപ്പിക്കാന്, ക്രിക്കറ്റ് ഉണ്ടാക്കാന്, അതിനൊക്കെ നേരണ്ട്. അതിനൊക്കെ ആയിരങ്ങൾ ചെലവഴിക്കും. ചില മുതലാളിമാരടുത്തൊക്കെ ചെന്നാൽ അതിനൊക്കെ വാരിക്കോരി സംഭാവന കൊടുക്കും. എന്നാൽ എന്തെങ്കിലും ഒരു ഉമ്മത്തിന്റെ കാര്യം, ഒരു സമുദായത്തിന്റെ വിഷയം പറയാൻ ചെന്നാൽ മുഖം ചുളിയും. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാനിത് പറഞ്ഞു പോയത് ഇന്നത്തെ പല ഹോസ്പിറ്റലുകളിലെയും അന്തരീക്ഷം ഇതിനൊക്കെ വിരുദ്ധമാണ്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചെവിയിലേക്കും അതാ ചലച്ചിത്രഗാനങ്ങളാ കടന്നു വരുന്നത്. നോക്കൂ, ഇമാം നവവി തങ്ങൾ രേഖപ്പെടുത്തുന്നു, ആ മനുഷ്യൻ തന്റെ മനസ്സിൽ ദൃഢമായി അറിഞ്ഞിരിക്കണം, അന്നഹാദാ ആഖിറ ഔഖാതിഹി, എന്റെ അവസാനത്തെ അവസരമാണ് എന്നയാൾ അറിയണം. ഖൈറായ നിലക്ക് അതൊന്ന് അവസാനിച്ചു കിട്ടണം. ഖൈറായ നിലക്ക് അവസാനിച്ചു കിട്ടണം. നോക്കുക, ഇനി ആ രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കിക്കോ. ഭാര്യയോട് പൊരുത്തം വാങ്ങണം. മക്കളോട് പൊരുത്തം വാങ്ങണം. മറ്റു കുടുംബാംഗങ്ങളോട്, തന്റെ ജോലിക്കാര്, ഉദ്യോഗസ്ഥര്, കീഴിലുള്ള ആളുകള്, അയൽവാസികള്, തന്റെ സുഹൃത്തുക്കള്, അവരോടൊക്കെയും പൊരുത്തം വാങ്ങണം. വകുല്ലമൻ കാനതു ബൈനഹു വബൈനഹു മുആമലത്തുൻ ഔ മുസാഹബത്തുൻ ഔ തഅല്ലുഖ്, എന്തെങ്കിലും ഒരു ബന്ധമുള്ള സർവ്വ ആളുകളോടും അവരെ പൊരുത്തം വാങ്ങുക, പൊരുത്തപ്പെടിക്കുക. പടച്ചോനെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെയൊക്കെ കാത്തു സലാമത്താക്കട്ടെ. ഒരു 4 ദിവസം കിടക്കണം രോഗശയ്യയിൽ. അങ്ങനെ കിടന്നാൽ ഇതിനൊക്കെ അവസരം ഉണ്ടാവും. എല്ലാവരും നമ്മളെ കാണാൻ വരും. ആരെങ്കിലും കാണാൻ വന്നിട്ടില്ലെങ്കിൽ, മോനെ ഇന്നയാളൊന്ന് ടെലിഫോൺ ചെയ്തിട്ട് വാപ്പ ഒന്ന് അന്വേഷിക്കുന്നു എന്ന് പറ. അപ്പോ അയാൾ ടെലിഫോൺ ചെയ്യുന്നു, അദ്ദേഹം വരുന്നു. എന്റെ ആരോഗ്യനില വളരെ മോശമാണ്, മരിച്ചാൽ നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കണം കേട്ടോ, നിങ്ങളെ പള്ളിയിലൊന്ന് മയ്യിത്ത് നിസ്കരിപ്പിക്കണം, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് തരണം, മാപ്പാക്കണം, നിങ്ങൾ ദ്വാരക്കണം, എന്റെ ആരോഗ്യം വളരെയധികം മോശമായൊരവസ്ഥയിലാണുള്ളത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു യാത്ര ചോദിക്കാൻ അവസരം കിട്ടും. ഇതൊക്കെ രോഗശയ്യയിൽ ശ്രദ്ധിക്കണം. പിന്നെയും നോക്കൂ, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ശർഹുൽ മുഹദബാണ് ഞാൻ വായിക്കുന്നത്. വയതആഹദ നഫ്സഹു ബിഖിറാഅത്തിൽ ഖുർആനി വദ്ദിക്രി വഹികായാത്തിസ് സാലിഹീൻ. അയാൾ ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, ഹികായാത്തുസ് സാലിഹീൻ മൗലൂദ് ഓതുക. അതാണ് ഹികായാത്തുസ് സാലിഹീൻ. മരണശയ്യയിലും അത് വേണമെന്നാണ് വിശ്വവിഖ്യാതനായ ഇമാം നവവി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നത്. ഇമാം നവവിക്ക് ലോകം തിരിഞ്ഞിട്ടില്ല, കിതാബ് തിരിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന വല്ല ചീക്കരിപ്പിള്ളേരും ദുനിയാവിലുണ്ടോ?
സാലിഹീങ്ങളുടെ ചരിത്രമൊക്കെ പറയുകയും കേൾക്കുകയും ചെയ്യുക രോഗശയ്യയിൽ ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്കറിയാലോ, ഞാൻ വടക്കേ കേരളത്തിലുള്ളയാളാണല്ലോ. എന്റെ കോഴിക്കോട് ഭാഗത്തൊക്കെ ഒരു പതിവുണ്ട്. ഒരാളും മരണാശയ്യയിലാണെങ്കിൽ, മരണം ആസന്നമാകുന്ന വളരെ അത്യാസന്ന നിലയിലൊക്കെ കിടക്കുമ്പോൾ ആ രോഗിയുടെ പരിസരത്ത് വെച്ചിട്ടതാ ബുറുദ ചൊല്ലുന്നു. ചൊല്ലിക്കോളൂ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. അത് ഹബീബായ സയ്യിദിന്റെ പ്രകീർത്തനങ്ങളാണ്, നേതാവിന്റെ മഹത്വമാണ്, മദ്ഹുകളാണ് ബുർദയിലൂടെ നീളമുള്ളത്. സുബ്ഹാനല്ലാഹ്. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. മൗലായ സല്ലി ബുർദ തീരാറാകുമ്പോൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് കടന്നു വരും, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരും. അതേ സുമ്മർറിളാ അൻ നബി ബക്കറിൻ വഅൻ ഉമരി വഅൻ അലിയിൻ വഅൻ ഉസ്മാന ദിൽ കറമി. മൗലായ സല്ലി അതൊക്കെ ശ്ലാഘനീയമാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നതാണ്. പൂർവീകർ നമുക്ക് കൈമാറി തന്നിട്ടുള്ള ആദർശമാണ്. രോഗശയ്യയിൽ അതൊക്കെയാണ് കേൾപ്പിക്കേണ്ടത്. ഹിക്കായാത്തു സാലിഹീൻ, മഹാന്മാരുടെ ചരിത്രം. വഅഹ്വാലിഹിം ഇൻദൽ മൗത്ത്, മഹാന്മാരൊക്കെ മരിച്ച സമയത്തുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കുക. ഞാൻ ഈ കാസറ്റ് ഇവിടെ ലുബാവക്കാര് പിടിക്കുന്നുണ്ടല്ലോ, ഞാൻ ഒരു ചരിത്രം ഇപ്പൊ പറയാം. ഈ കാസറ്റ് നമ്മുടെയൊക്കെ വീടുകളിൽ മരിക്കാൻ കിടക്കുന്ന കാരണന്മാർക്ക് നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ശ്രദ്ധിച്ച ഒരു മഹാന്റെ മരണ സന്ദർഭത്തിലുള്ള ഒരു സംഭവം പറഞ്ഞുതരാം. അബുൽ ഹസൻ സൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, അബുൽ ഹസൻ സൂഫി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് കാണാം. ലമ്മ ഹളറത്തുൽ വഫാത്ത്. എന്താ ഇത് നമ്മുടെ വിഷയത്തിലുള്ള ബന്ധം എന്തായിരുന്നു? രോഗശയ്യയിൽ മരണശയ്യയിൽ കിടക്കുന്ന ആളുകൾക്ക് മഹാന്മാരുടെ മരണവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ കേൾപ്പിക്കണോ, അതിനു വേണ്ടിയിട്ടായിരുന്നു പറയുന്നത്. ഒരുപാടുണ്ട്, ഒരെണ്ണം പറയാണ്. എപ്പോഴും പറഞ്ഞിട്ടില്ലാത്ത, ഞാൻ എപ്പോഴും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു ചരിത്രം ഇപ്പൊ കേൾപ്പിക്കുകയാണ്. അബുൽ ഹസൻ സൂഫിക്ക് മരണം ആസന്നമായപ്പോ അദ്ദേഹം വീടിന്റെ ഒരു മൂലയിലേക്ക് ഇങ്ങനെ നോക്കുന്നു. ആളുകൾ കണ്ടു നിൽക്കുകയാണ്. ആ മനുഷ്യൻ പറയാണ്, നിക്കണേ, അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യട്ടെ. നിങ്ങൾ ഒരു ഉത്തരവാദപ്പെട്ടയാളാണ്. എനിക്കും പല ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. അല്പം ഒന്ന് അവിടെ നിൽക്കൂ. നിങ്ങളെ ഏറ്റു വന്ന പണി അത് നഷ്ടപ്പെട്ടു പോകൂല. പക്ഷേ ഞാൻ ഏറ്റ പണിയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങളൊരു ഉത്തരവാദപ്പെട്ടയാളാണ്, എനിക്കും ഉത്തരവാദിത്വം ഉണ്ട്. നിങ്ങളെ ഉത്തരവാദിത്വം ഏതായാലും നഷ്ടപ്പെടൂല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പക്ഷേ എന്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരു അല്പസമയം ഒന്ന് ക്ഷമിക്കണേ എന്ന് പറയുന്നു. ആരോടാ പറയണമെന്നറിയോ? സാക്ഷാൽ മരണമലക്കനോട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹാൻ എന്തു ചെയ്തു? ദേഹം ഒതുവെടുക്കുന്നു, നിൽക്കുന്നു, വസല്ലാ നിസ്കരിക്കുന്നു, കിടക്കുന്നു, കാലിന്ന് നീട്ടിവെക്കുന്നു, മൗത്തുവാകുന്നു. എത്ര രസകരമായ മരണമാണ്! സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ എത്രയോ സംഭവങ്ങൾ മഹാന്മാരുടെ മരണം ആസന്നമായ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് കാണാനും വായിക്കാനും കഴിയും. മഹാന്മാരായ മശായിഖുമാരുടെ ഒരു സദസ്സ്, ആ സദസ്സിലേക്ക് ഒരാൾ കയറി വരുന്നു. ആ കയറി വരുന്ന ആള് പിന്നെ ആ സദസ്സിലേക്ക് ചോദിക്കുകയാണ്, ഹൽ ഹുനാ മൗദിഉൻ നദീഫുൻ യുംകിനു ലിൻസാനു അൻ യമൂത ഫീഹി.
ഒരു പ്രൗഢമായ സദസ്സ്, ഒരു വലിയ പ്രഗത്ഭരായ നേതാക്കൾ ഇരിക്കുകയാണ്. ആ സദസ്സിലേക്ക് ഇയാൾ വന്നിട്ട് ചോദിക്കും, ഇവിടെ എവിടെയെങ്കിലും ഒരു മനുഷ്യനൊന്ന് കിടന്ന് മരിക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള ഒരു സ്ഥലം കാണിച്ചു തരാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സദസ്സിലേക്ക് അങ്ങനെ ഒരാള് വന്നിട്ട് വല്ല ചോദ്യം ചോദിച്ചാ ഞാൻ തന്നെ പതറും, നിങ്ങൾ ബേജാറാകും, പടച്ചോനെ ഇവനെ എവിടുന്നായിരിക്കും ചാടി വരുന്നത് മരിക്കാൻ. പക്ഷേ ആ ഔലിയാഇന്റെ ഷെയ്ഖിന്റെ മുരീദുമാരുടെ സദസ്സിൽ എന്ത് സംഭവിച്ചു? ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് അയാൾ അങ്ങോട്ട് പോയിക്കോളൂ, അവിടെ നല്ല സ്ഥലമാണ് പറഞ്ഞു. ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. എന്നിട്ടോ ഈ കാണിച്ചു കൊടുക്കുന്ന മഹാനാ സദസ്സിലടി ഇരുന്നു. അവരവരുടെ ചർച്ചയിൽ മുഴുകി. അവരുടെ ചർച്ച ഏതാണ്? അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അവർ പരമസത്യത്തിന്റെ ആ ചർച്ചയിൽ ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കിവിടെ ഒരാൾ ജീവിച്ചാൽ എന്താണ്, മരിച്ചാൽ എന്താ, ഒമാനിൽ കൊടുങ്കാറ്റ് അഞ്ഞു വീശിയാൽ എന്താ, അവർക്കത്തരം ദുനിയാവിന്റെ ചിന്തകളൊന്നുമില്ല. ഈ വന്ന മനുഷ്യനോ, അയാള് നേരെ ആ കാണിച്ചു കൊടുക്കപ്പെട്ട സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവിടെ നല്ല അരുവി കണ്ടു. അരുവിയിൽ ഇറങ്ങി അയാൾ ഒളു എടുക്കുന്നു. അരുവിപ്പുറത്ത് കയറി നിന്നിട്ട് അദ്ദേഹം നിസ്കരിക്കുന്നു. പിന്നെ ചെരിഞ്ഞവിടെ കിടക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൗത്ത് വാങ്ങുന്നു. അപ്പം മരണം വളരെ അടുത്തെത്തിയതിന്റെ സിഗ്നൽ ലഭിക്കുക, എന്നിട്ട് അതിനുവേണ്ടി വുളു എടുക്കുക, നിസ്കരിക്കുക, എന്നിട്ട് കിടന്നു കൊടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുക. ഇങ്ങനെയൊക്കെയാണ് മഹാന്മാര് മരിച്ചത്. അത് വെറുതെ അല്ല. അതിനുവേണ്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അധ്വാനം, ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കാത്തു നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഇത് ഇപ്പോൾ നാം പറഞ്ഞിട്ടുള്ളത് രോഗശയ്യയിൽ രോഗികൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടുവന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അയാൾ ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, മഹാന്മാരുടെ ചരിത്രങ്ങൾ വായിക്കുക, പറയുക, കേൾക്കുക. അതുപോലെ ഫത്ഹുൽ മുഈനിൽ മഹാനായ സൈനുദ്ദീനുൽ മഅ്ബരി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. ഒരാള് മരണശയ്യയിൽ കിടന്നിട്ട് 100 തവണ ഇഖ്ലാസ് ഓതിയാൽ ഖബറിന്റെ ഇടുക്കങ്ങളിൽ നിന്ന് അയാൾക്ക് രക്ഷ കിട്ടും. പറഞ്ഞരുത്, ഖബറിന്ന് രക്ഷപ്പെടാനുള്ള നിയമം പറയണത് രക്ഷ കിട്ടും. അതുപോലെ മലക്കുകളുടെ കൈകളിലായി സിറാത്ത് കടന്നു കിട്ടും 100 തവണ ഇഖ്ലാസ് സൂറ ഓതിയാൽ. ഏതാണ് ആ സൂറ എന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ അധ്യായം ഖുർആനിന്റെ 1/3 തുല്യമാണെന്ന് ഹദീസുണ്ട്. അതൊരാള് രോഗശയ്യയിൽ 100 പ്രാവശ്യം ഓതിയാൽ ഖബറിന്റെ ഇടുക്കങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുമെന്നും അതുപോലെ മലക്കുകളുടെ കൈകളിലായി സിറാത്ത് കടന്നു കിട്ടുമെന്നും ഒക്കെ മഹാന്മാര് പഠിപ്പിച്ചു. അതേ പ്രകാരം 40 തവണ ചൊല്ലിയാൽ ഏത് ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനല്ലാലിമീൻ. ഈ ദിക്ർ ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ 40 തവണ ചൊല്ലിയാൽ ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു പോയി. അതൊക്കെ ചൊല്ലാൻ ശ്രമിച്ചോളൂ. എന്നെ കേൾക്കുന്ന രോഗശയ്യയിലുള്ള ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ജീവിതത്തിലേക്ക് പകർത്തിക്കോ. അതുപോലെ ശ്രദ്ധിക്കുക, നിസ്കാരം വിട്ടുപോകരുത് കേട്ടോ, നിസ്കാരം വിട്ടുപോകരുത്. ബുദ്ധിക്ക് സ്ഥിരതയുള്ള കാലത്തോളം നിസ്കാരം ഒഴിവാവുകയില്ല. അതുകൊണ്ട് നമ്മളെ പെറ്റുപോറ്റി വളർത്തി വലുതാക്കിയ കാരണവന്മാർക്ക് അവസാനമായി നമ്മൾ ചെയ്തു കൊടുക്കുന്ന സേവനമാണ്. അതുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്നവര് ശ്രദ്ധിക്കണം. വെള്ളം ചൂടാക്കി കൊടുത്തിട്ട് ഒതുവെടുക്കുകയാണെങ്കിൽ എങ്ങനെ വെള്ളം ചൂടാക്കി കൊടുക്കണം? ഏത് രീതിയിലാണോ ആ മനുഷ്യന് കഴിയുന്നത്? നിന്ന് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ ഇരുന്ന് നിസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ ആ കിടന്ന കിടത്തത്തിൽ തന്നെ നിസ്കരിച്ചാൽ മതി. അതിനുള്ള പരമാവധി സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കണം.
ശ്രദ്ധിക്കണം. വജ്തിനാബിൻ നജാസതി വഗൈരിഹിമാ, ശരീരത്തിലോ വസ്ത്രത്തിലോ കിടക്കുന്ന സ്ഥലത്തോ നജസ്സുകളൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചില കാരണന്മാരൊക്കെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് പലതും സമ്പാദിച്ചു. ഇന്ന് നമുക്ക് സ്വന്തമായി വാഹനങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ സർക്കാർ വണ്ടികൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. ഒരു 2 കിലോമീറ്റർ അപ്പുറം വരെ ഒന്ന് പോകണമെങ്കിൽ വണ്ടിയുണ്ട്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഉണ്ട്. ഒരു 2 വീലറെങ്കിലും ഇല്ലാത്തവരാരാ? പക്ഷേ 10ഉം 15ഉം ഒക്കെ കിലോമീറ്ററുകൾ നമ്മുടെ ഉപ്പാപ്പമാരും ഉമ്മാമ്മമാര് നടക്കുകയായിരുന്നു. വാഹനങ്ങളില്ല, സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ ഇന്ന് കഴിക്കുന്നത് പോലത്തെ നല്ല ആഹാരങ്ങളൊന്നും അതിറ്റിങ്ങൾ കഴിച്ചിട്ടില്ല. കപ്പ പുഴുങ്ങി തിന്നുകൊണ്ടും മറ്റുമൊക്കെ അവർ ജീവിച്ചു. നമ്മൾ അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും ഒരു സ്വപ്നം കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ സമ്പാദിച്ചു, കുറെ സ്വത്തുകളൊക്കെ ഉണ്ടാക്കി. ആ സ്വത്തുകൾക്കൊക്കെ ഇന്ന് തീപിടിച്ച വിലയാണ്. അങ്ങനെയുള്ള ഭൂമികളൊക്കെ ഏക്കർ കണക്കിന് ഉണ്ടാക്കിയിട്ട കാരണന്മാരും ചിലപ്പോ കിടക്കണ റൂമിലേക്ക് നമ്മളൊന്ന് ചെന്ന് കയറുമ്പോ ദുർഗന്ധം വമിക്കുന്നു. അദ്ദേഹം മൂത്രമൊഴിച്ചിട്ട് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അത് പരിചാരകര് ശ്രദ്ധിച്ചിട്ടില്ല, മക്കള് കഴുകി കൊടുത്തിട്ടില്ല. എന്റെ പൊന്നു മക്കളെ, മരിക്കണ്ടേ, ഖബറിൽ പോയി കിടക്കണ്ടേ? ആ കാരണവരുടെ ശാപം വേറണ്ട. ആ ഉമ്മാനെ നോക്കാതിരിക്കണ്ട, രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ ആ ഉമ്മാടെ ഗുരുത്തക്കേട് വാങ്ങി നിന്നാൽ അവസാന നിമിഷം വരെ ഓരോ ശ്വാസവും ഓരോ ഉച്ഛ്വാസവും അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചാലും രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഉമ്മാനെയും ബാപ്പാനെയും അവഗണിച്ചുകൊണ്ട് അവരെ ഗുരുത്വവും പൊരുത്തവും വാങ്ങാതെ ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷ വേണ്ട. ശ്രദ്ധിച്ചോളണം. ഈ ഉമ്മാനെ ഇപ്പോൾ നോക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. ഞാൻ കുഞ്ഞുനാളിൽ ആ ഉമ്മാടെ മടിത്തട്ടിയിൽ വിസർജിച്ചിട്ടുണ്ട്. ആ ഉമ്മാടെ ശരീരത്തിൽ മൂത്രമൊഴിച്ചിട്ടുണ്ട്. അറുപ്പും വെറുപ്പുമില്ലാതെ വല്ല വിഷമവും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൈവിട്ടാൽ താഴെ വീണിട്ട് ഞാൻ പൊട്ടിച്ചിതറി എന്റെ തലച്ചോറ് തെറിച്ചു പോകുമായിരുന്നു. പക്ഷേ ശരീരത്തിലേക്ക് മൂത്രമൊഴിക്കുമ്പോൾ എന്റെ കവിളത്ത് ഉമ്മ വെച്ച് തന്ന പൊന്നു മാതാവാണ് കിടക്കുന്നത്. ഈ മാതാവിന്റെ അവസാന സന്ദർഭത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കുന്ന പരിചരണങ്ങൾ അത് ഭംഗിയാക്കൽ എന്റെ ബാധ്യതയാണ്. ചിന്തിച്ചോളണം. ഒരു സമയത്തും അവരെ മൂത്രത്തിൽ നിങ്ങൾ കിടത്തരുത്. ഒരു സമയത്തും അവർ മറ്റ് നജസിലായി കഴിയരുത്. എപ്പോഴും മരണം പ്രതീക്ഷിക്കുന്ന മനുഷ്യനാ. റഹ്മത്തിന്റെ മലക്കുകൾ അസ്രായീലിന്റെ കൂടെ ആ റൂമിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇതൊക്കെയും ശുശ്രൂഷകര് ശ്രദ്ധിച്ചോളണം കേട്ടോ. അതുപോലെ ഈ മനുഷ്യൻ എന്തു വേണമെന്നറിയോ? ആണാവട്ടെ പെണ്ണാവട്ടെ, മരിച്ചു കഴിയുമ്പോൾ ക്ഷമിക്കുവാൻ വേണ്ടി തന്റെ കുടുംബാംഗങ്ങളോട് വസിയ്യത്ത് ചെയ്യണം. അലമുറയിട്ട് നെഞ്ചത്തടിച്ച് മാറത്തടിച്ച് വസ്ത്രങ്ങൾ പറിച്ച് ചീന്തി അതുപോലെ മുടിയൊക്കെ ചിതറിയിട്ട് നിലവിളി കൂട്ടരുത് കേട്ടോ എന്ന് അയാള് ഭാര്യയെയും മക്കളെയും ഒക്കെ ഉപദേശിക്കണം. ഈ നിലക്കുള്ള നല്ല ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ വസിയ്യത്ത് ചെയ്യലും ഈ മനുഷ്യന് ബാധ്യത തന്നെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചുരുക്കുകയാണ്. അപ്രകാരം ഒരാള് മരണശയ്യയിൽ രോഗശയ്യയിലാണ് ഉള്ളത്. ആ മനുഷ്യൻ വസിയ്യത്ത് ചെയ്യുന്ന സമയത്ത് വേറെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണെന്നറിയുമോ? താൻ തന്റെ സമ്പത്ത് മുഴുവനങ്ങ് വസിയ്യത്ത് ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് നടപ്പാവുകയില്ല. ഒരാൾക്ക് ഒരുപാട് സ്വത്തുണ്ട്, അയാൾക്ക് അത് വേറെ ആർക്കെങ്കിലും കിട്ടിപ്പോകുന്നതിന് കണ്ണുകടിയാണ്. അതുകൊണ്ട് തന്നെ മൊത്തം യത്തീംഖാനൊക്കെ കൊടുക്കട്ടെ, നടപ്പാവൂല. തന്റെ അനന്തരാവകാശികളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് കൂടുതൽ അങ്ങ് വസിയ്യത്ത് ചെയ്യാൻ വിചാരിച്ചാൽ പോലും മറ്റുള്ളവരുടെ ഒക്കെ സമ്മതമില്ലാതെ അത് പ്രാബല്യത്തിൽ വരികയില്ല. അതേപോലെ ശ്രദ്ധിക്കണം. ഒരാൾ മരിക്കാൻ പോകുന്നു, അയാൾക്ക് കുറെ മക്കളുണ്ട്. ആ മക്കളിൽ ഒരു മകൻ നേരത്തെ ഒരു അപകടത്തിൽ മരിച്ചുപോയി. മരിച്ചുപോയ മകന് മക്കളുണ്ട്. എന്നാൽ ഈ പേരക്കിടാവിന് അനന്തരം കിട്ടാതെ പോകും. അതുകൊണ്ട് പേരക്കുട്ടിക്ക് വേണ്ടി ഇയാൾ വസിയ്യത്ത് ചെയ്യണം. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാതെ പോയാൽ പേരക്കുട്ടി അനാഥമായി പോകും. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മനസ്സിലാക്കി വെച്ചോ.
എനിക്ക് വേറെ മക്കളുള്ള സ്ഥിതിക്ക് മക്കളെ മക്കളിലേക്ക് എന്റെ സ്വത്തിന്റെ അനന്തരം നീളുകയില്ല. അതുകൊണ്ട് തന്നെ പേരക്കുട്ടിക്ക് ഞാൻ ഇത്ര വസിയത്ത് ചെയ്യുന്നുവെന്ന് വസിയത്ത് അയാൾ എഴുതി റെഡിയാക്കി വെക്കണം. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. സമ്പത്ത് മൊത്തം വസിയത്ത് ചെയ്യാൻ ശ്രമിച്ചാൽ അത് നടക്കൂല. നോക്കൂ നിങ്ങൾ, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹജ്ജത്തുൽ വിദാഇന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കയിൽ വന്നപ്പോ എന്റെ രോഗം കാണാൻ വേണ്ടി വന്നു. ഞാൻ വല്ലാത്ത അത്യാസന്റെ നിലയിൽ കിടക്കുകയാണ്. നബി തങ്ങൾ എന്നെ സന്ദർശിക്കാൻ വന്നപ്പോ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ എനിക്ക് ഒരുപാട് മുതലുണ്ടല്ലോ നബിയേ, ഒറ്റ ഒരു പെൺകുട്ടിയല്ലാതെ വേറെ അനന്തരാവകാശികളില്ലല്ലോ. ഞാൻ എന്റെ മുതലിന്റെ 2/3 ഭാഗവും ദാനം ചെയ്തു കൊള്ളട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സ്വതക്കേണ്ട, നിങ്ങൾക്ക് ഒരുപാട് സ്വത്തുണ്ടായിക്കോട്ടെ, അനന്തരക്കാർ ഒറ്റ പെൺകുട്ടിയുള്ളൂ ആയിക്കോട്ടെ, മൊത്തം സ്വതക്കേണ്ട, 2/3 വേണ്ട. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നബിയെ, ഞാൻ എങ്കിൽ എന്റെ സമ്പത്തിന്റെ പകുതി അങ്ങ് സദഖ ചെയ്യട്ടെ. ഇപ്പൊ ഓർക്കണേ, എന്തെങ്കിലുമൊക്കെ എടെങ്കിലുമൊക്കെ കൊടുത്തിടുക ആഖിറത്തിലേക്ക്, എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക. അതൊക്കെ രോഗശയ്യയിൽ കയറി കിടക്കണതിന് മുമ്പ് നോക്കിക്കൊള്ളി. രോഗശയ്യയിൽ അങ്ങോട്ട് കയറി കിടന്നു തുടങ്ങിയ സമ്പത്തിലുള്ള നമ്മുടെ ഫുൾ പവറൊക്കെ ഉണ്ട് നഷ്ടപ്പെടും. നബി തങ്ങൾ പറയാ ഫശത്രു പറ്റൂല, പകുതി അത് വേണ്ടാറ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്നാൽ യാ റസൂലല്ലാഹ് ഫസ്സുലുസു, എന്റെ സമ്പത്തിന്റെ 1/3 ഭാഗം ഞാൻ സദഖ ചെയ്യട്ടെ. അപ്പൊ നബി തങ്ങൾ സുലുസു വസ്സുലുസു കസീർ, സുലുസ് 1/3 ആയിക്കോട്ടെ, അത് തന്നെ കൂടുതലാണ്. എന്നിട്ട് നബി തങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഉപദേശം നമ്മൾ നോക്കണേ. ഇന്നക അൻതദറ വറസതക അഗ്നിയാഅ ഖൈറും മിൻ അൻതദറഹും ആലതൻ യതകഫഫൂന അന്നാസ്. എടോ, നീ നിന്റെ അനന്തരക്കാരെ അന്യരുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്നവരായി വിട്ടേച്ചു പോകുന്നതിനേക്കാൾ നിനക്ക് ഖൈറ് അവരെ സമ്പന്നരാക്കി മുതലാളിമാരാക്കി വിട്ടുപോകൽ തന്നെയാണ്. ഇസ്ലാം തന്നെ എന്താ നിങ്ങൾ വിചാരിച്ചത്? മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചു വെച്ചു എന്ന് ഓർത്തിട്ടൊന്നും നഷ്ടപ്പെടുമൊന്നുമില്ല. അള്ളാന്റെ റസൂലാ പറയണത്, നിന്റെ അനന്തരക്കാര് പാവപ്പെട്ടവരായി അന്യന്റെ മുമ്പിൽ ഒരു പ്രശ്നമായി, ഒരു ഭാരമായി അവരെ വിട്ടേച്ചു പോകുന്നതിനേക്കാൾ നിനക്ക് അഭികാമ്യം അവരെ മുതലാളിമാരാക്കി വിട്ടേച്ചു പോകലാണടാ. അതുകൊണ്ട് മൊത്തം കൊടുക്കണ്ട. പിന്നെ നബി തങ്ങൾ പറയുന്നത് നോക്കൂ, നീ നിന്റെ കുടുംബത്തിന് ഒരു ചെലവ് ചെയ്യുന്നു, അള്ളാന്റെ കൂലി കിട്ടണമെന്ന് വിചാരിച്ചിട്ടാ കുടുംബത്തിലാ ചെലവ് ചെയ്തത്. പേടിക്കേണ്ട, നിനക്കതിന് വലിയ പ്രതിഫലം കിട്ടും. നീ നിന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു മധുര പലഹാരത്തിന്റെ പൊതിയിൽ പോലും അല്ലാഹു നിനക്ക് കൂലി തരും. അതുകൊണ്ട് കൂലി കിട്ടും. കുടുംബത്തിന് കൊടുത്താൽ കിട്ടാതായി പോകുന്നൊന്നും പേടിക്കേണ്ട, മൊത്തം ഇപ്പൊ കൊടുക്കാൻ പറ്റൂല. ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ രോഗശയ്യയിൽ ദാനം ചെയ്യുന്നതിനൊക്കെ പരിധി ഉണ്ടാകും. ഏതായാലും വസിയ്യത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി സഹോദരന്മാരെ, നമുക്ക് ഇവിടെ തൽക്കാലം നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. രോഗശയ്യയിൽ ഒരു രോഗി അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട പല സംഗതികളും ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ശരീരവും മറ്റു കാര്യങ്ങളൊക്കെ വൃത്തിയായി ആ മനുഷ്യൻ സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ ഏതു സമയവും മരണം പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുകയായതിനാൽ മീശ വെട്ടുക, താടിയൊക്കെ ശരിയാക്കുക, നഖം മുറിക്കുക, നമ്മുടെ ആന്തരികാവയവങ്ങൾ മറ്റു സംഗതികളിലൊക്കെ വല്ലതും ശരീരത്തിൽ നീക്കേണ്ടതുള്ള രോമങ്ങളും മറ്റുമൊക്കെ നേരത്തെ കൂട്ടി നീക്കുക. ഇതൊക്കെ രോഗശയ്യയിൽ കിടക്കുന്ന ഒരാള് ശ്രദ്ധിച്ചിരിക്കേണ്ട സംഗതികളാണ് എന്ന് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നാം നമ്മുടെ മുന്നിൽ സങ്കല്പിച്ച ഈ രോഗി ഏതു സമയത്തും അദ്ദേഹത്തിന് എന്തും സംഭവിക്കാം എന്ന ഒരു നിലയിലേക്ക് മാറുന്നത് കണ്ടാൽ
നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരാള് രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുമ്പോ ആ രോഗി അയാള് ആസന്ന നിലയിലല്ലെന്ന് കണ്ടാൽ ദുആ ചെയ്തിട്ട് പിരിഞ്ഞു പോരണം. അതേ സമയത്ത് ഈ മനുഷ്യന്റെ സംഗതി ആശങ്കാജനകമാണെന്ന് കാണുമ്പോ അദ്ദേഹത്തോട് തൗബ കൊണ്ട് അയാളെ പ്രേരിപ്പിക്കുകയും വസിയത്ത് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയും വറജ്ജാഹു ഫീ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രതീക്ഷയുണ്ടാക്കി കൊടുക്കുകയും വേണം. നമ്മുടെ മുമ്പിൽ സങ്കല്പിച്ച രോഗി അദ്ദേഹത്തിന്റെ നില ഗുരുതരാവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്, ആശങ്കാജനകമാണ് എന്ന് കാണുമ്പോൾ നാം അദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല ചിന്തയുണ്ടാക്കി കൊടുക്കുക. അതുകൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഈ രോഗി അയാളെ മനസ്സിൽ സന്ദർശകരായ നമ്മൾ സംഗതി ആശങ്കയിലാണെങ്കിൽ അദ്ദേഹത്തോട് വളരെ സമാധാനപരമായി നിങ്ങൾ ദ്വാരക്കണം, തൗബ ചെയ്യണം. അതുപോലെ നിങ്ങൾ എനിക്ക് വേണ്ടിയും ദ്വാരക്കണം. പടച്ച റബ്ബ് വലിയ കാരുണ്യവാനാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റി മനസ്സിൽ എപ്പോഴും നല്ല പ്രതീക്ഷ വേണം. പ്രത്യേകിച്ച് രോഗികൾക്ക് പ്രതീക്ഷ കൂടുതൽ വേണം. ആരോഗ്യമാരായി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഹൗഫും റജാവും സമാവസ്ഥയിലാണ് വേണ്ടതെങ്കിൽ രോഗശയ്യയിൽ അള്ളാഹുവിന്റെ റഹ്മത്ത്, ഇന്നെന്റെ റബ്ബ് ശിക്ഷിക്കൂല, അള്ളാഹുവിന്റെ ദോഷങ്ങൾ പുറത്തു തരും, പടച്ചവൻ കാരുണ്യവാനാണ്, ഈ പ്രതീക്ഷ ഈ രോഗിയുടെ മനസ്സിൽ നിറയെ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. നോക്കൂ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന്റെ 3 നാൾ മുമ്പ് പറഞ്ഞ ഒരു ഹദീസാണ്, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുൽ ളന്ന ബില്ലാഹ്. അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല ചിന്ത കൽബിൽ വെച്ചിട്ടല്ലാതെ നിങ്ങൾ ഒരാളും മരിച്ചു പോകരുത് കേട്ടോ. ഖാല ശഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹുവിനെ പറ്റി നമ്മൾ എന്ത് വിചാരിക്കുന്നുവോ ആ വിചാരിക്കുന്നത് പോലെയാണ് അള്ളാഹ് അവന്റെ അടിമയോട് പെരുമാറുക എന്ന് ഖുദ്സിയായ ഹദീസിൽ കാണാം. അന ഇൻദ ളന്നി അബ്ദീ ബി, എന്റെ അടിമ എന്നെ സംബന്ധിച്ച് എന്താണോ വിചാരിക്കുന്നത് അതുപോലെ ഞാൻ അവനോട് പെരുമാറുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അതുകൊണ്ട് രോഗശയ്യയിൽ കിടക്കുന്നവരെ നാളെയും മറ്റന്നാളും കിടക്കാനുള്ള ഞാനും നിങ്ങളും എല്ലാവരും അറിഞ്ഞു വെക്കുക, പടച്ചവനെ പറ്റി മനസ്സിൽ നല്ല വിചാരം വെക്കുക. ചെറിയ ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ നരകത്തിലകപ്പെട്ടു പോയ 2 ആളുകളെ അതിൽ നിന്ന് കരക്ക് കയറ്റി കൊണ്ടുവരുന്നു. അങ്ങനെ ആ നരകത്തിൽ നിന്ന് കത്തിയാളുന്ന തീജ്വാലകളിൽ നിന്ന് രക്ഷപ്പെട്ട് കരക്ക് വന്ന ആ മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, എങ്ങനെയുണ്ടടാ എന്റെ നരകം? അപ്പോൾ ഇവര് പറയും, യാ റബ്ബ് ശർറു മഖീൽ വഅസ്വഉ മസീർ, പടച്ചവനെ നരകം ഭയാനകമാണ്, ഭീകരമാണ് റബ്ബേ, സഹിക്കാൻ കഴിയില്ല എന്ന് പടച്ച റബ്ബിന്റെ മുമ്പാകെ നരകത്തിൽ നിന്ന് കരക്ക് കയറ്റിക്കൊണ്ടുവരപ്പെട്ട ഇവർ പറയുന്നു. ആ സന്ദർഭത്തിൽ അല്ലാഹു അവരോട് പറയും, ബിമാ ഖദ്ദംത അയ്ദീകുമാ, നിങ്ങൾ ചെയ്തു വെച്ചതിന്റെ ഫലമാണത്, അനുഭവിക്കുക. വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, അല്ലാഹു ആകുന്ന നമ്മൾ ആരെയും ആക്രമിക്കുകയില്ല. നിങ്ങൾ നരകത്തിൽപ്പെട്ടത് നിങ്ങളുടെ ചെയ്തികളുടെ ഫലമാണ്, അതുകൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക് തന്നെ മടങ്ങുക എന്നിവരോട് പറയുമ്പോൾ ഒരാള് നരകത്തിലേക്ക് ഓടും, മറ്റേയാള് അവിടെ തന്നെ നിൽക്കും. സുബ്ഹാനല്ലാഹ്, 2 പേരെയും വീണ്ടും നരകത്തിലേക്ക്. അള്ളാഹുവിന്റെ ഓർഡർ വന്നപ്പോൾ ഈ ആജ്ഞ കേൾക്കേണ്ട താമസം ഒരാൾ നരകത്തിലേക്ക് ഓടുന്നു, അടുത്തയാള് അവിടെ തന്നെ നിൽക്കുന്നു. ഈ ഓടുന്നയാളെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ ചോദ്യം, നിങ്ങൾ എന്താണ് ഓടുന്നത്? അയാള് പറയും, പടച്ചവനെ, ദുനിയാവിലോ വെള്ളം തന്ന നിന്നെ ധിക്കരിച്ചുകൊണ്ട് ദ്രോഹിയായി ഞാൻ ജീവിച്ചു. ഇനി ഈ ആഖിറത്തിലും ഞാൻ നിന്നെ ധിക്കരിക്കണ്ടല്ലോ എന്നോർത്ത് എത്ര ഭീകരമാണെങ്കിലും നിന്റെ ആജ്ഞ ശിരസാവഹിച്ചുകൊണ്ട് ഞാൻ നരകത്തിലേക്ക് ഓടുകയാണ്. ആ സമയത്ത് ഈ നിൽക്കുന്ന മനുഷ്യനോട് അല്ലാഹു ചോദിക്കുന്നു, എടോ നീ എന്താണ് നരകത്തിലേക്ക് വീണ്ടും പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ തന്നെ നിൽക്കാൻ കാരണം?
ആ സമയത്ത് അവൻ പറയും ഹുസ്സുലന്നീ ബിക യാ റബ്ബ്, റബ്ബേ നിന്നെ സംബന്ധിച്ച് നല്ല വിചാരം ഞാൻ മനസ്സിൽ വെച്ചു. നരകത്തിൽ നിന്ന് ഏതായാലും നീ കരക്ക് കയറ്റിയ സ്ഥിതിക്ക് വീണ്ടും ആ നരകത്തിലേക്ക് നീ എന്നെ വിടൂല എന്ന് നിന്നെ പറ്റി ഞാനൊരു നല്ല വിചാരം മനസ്സിൽ വെച്ചു. അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നതാണ്. സുബ്ഹാനല്ലാഹ്, രണ്ടുപേരുടെയും മറുപടി കേൾക്കുന്ന കരുണക്കടലായ റബ്ബിന്റെ ഓർഡർ, ഫയർഹമുഹുമാ, രണ്ടാളോടും അല്ലാഹുവിന്റെ കാരുണ്യം. വയുമറു ബിഹിമാ ഇലൽ ജന്ന വയമുറു ബിഹിമാ ഇലൽ ജന്ന, രണ്ടുപേരെയും സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ ഓർഡർ വരുന്നു. ഇതിൽ നിന്ന് പഠിക്കേണ്ടത്, നാം നമ്മുടെ അള്ളാഹിനെ പറ്റി എന്ത് വിചാരം മനസ്സിൽ വെക്കുന്നുവോ ആ നിലക്കാട് പടച്ചവൻ നമ്മളോട് പെരുമാറുക. അതുകൊണ്ട് ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന നിലക്ക് രോഗശയ്യയിൽ കിടക്കുന്നവന്റെ മനസ്സിൽ അള്ളാഹുവിനെ പറ്റി നല്ല വിചാരമുണ്ടാകണം. ഇനി നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്, ഒരാള് മരിക്കാൻ പോവാണ് എന്ന് കണ്ടാൽ ഒരു 6-7 കാര്യങ്ങൾ അങ്ങ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അത് വഴിക്ക് പറയണം. അത് കഴിഞ്ഞ് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയാൽ ഉടനെ ഒരു 6-7 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് പറയാ. ഉടനെ ഈ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എങ്ങനെ, കഫൻ ചെയ്യേണ്ടത് എങ്ങനെ, ചുമന്ന് കൊണ്ടുപോകേണ്ടത് എങ്ങനെ, മയ്യത്ത് നിസ്കരിക്കേണ്ടത് എങ്ങനെ, കഫൻ ചെയ്യേണ്ടത് എങ്ങനെ, മറമാടേണ്ടത് എങ്ങനെ, ഇതൊക്കെ പറയാം. റഹ്മാനായ റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാരും ഒന്ന് വരക്കല്ലേ. എന്നാലൊരു 3 സലാത്തിലിട്ട് നമുക്ക് വേഗം വരക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. അർഹമുർറാഹിമീനായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ, ആഖിറു സബാനിൽ ജീവിക്കുന്നവരാണ് പടച്ചവനെ. എണ്ണമറ്റ തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയവരാണ്. ആയുസ്സിന് നീളം കുറഞ്ഞവരാണ് റഹ്മാനേ. നീ ഞങ്ങൾക്ക് പൊറുക്കണം അല്ലാഹ്, മാപ്പ് തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ദീർഘായുസ്സും ആഫിയത്തും നിന്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ.